ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാക്ക് മാത്രമായിട്ടല്ല, വീഡിയോയിലുള്ള ഫങ്ഷൻ്റെ പാർട്ടിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് 2 ബൗൾ ഓൾ പർപ്പസ് ഫ്ലോർ ഒരു ബൗളിലേക്ക് ഇടുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് ബട്ടർ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിടുമ്പോൾ നമുക്ക് മണൽ പോലെ കിടക്കുന്ന പോലെ തന്നെ തോന്നും. പിന്നീട് അതിലേക്ക് ഒരു മുട്ട എടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ ഒരു വൈറ്റ് പാർട്ടിൻ്റെ ശകലം മാറ്റി വെക്കുന്നുണ്ട്. അത് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണ് വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡോ കണക്കെ എടുക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബട്ടർ ഇട്ടാണ്, അതുപോലെ മുട്ടയും ചേർത്താണ്. അപ്പോൾ വെള്ളം അധികം ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് കുഴഞ്ഞ് വരുന്നതനുസരിച്ച് വെള്ളം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ്. അങ്ങനെ കുഴച്ചെടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കൗണ്ടർ ടോപ്പ് വെച്ച് നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നീഡ് ചെയ്തെടുത്തത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കവർ ചെയ്ത് വെക്കേണ്ടത്. ഞാനിവിടെ ബട്ടർ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കുന്നുണ്ട്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാവ് എടുത്തിട്ട് അത് നേരെ ഹാഫ് ആക്കുന്നു. എന്നിട്ട് ഒരു പാർട്ട് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിത് പരത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഞാനിത് പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതുവായിരുന്നെങ്കിൽ ഇത്രയും ഡ്രൈ ആയിട്ട് തോന്നത്തില്ല. ഇത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നത്. അതിൻ്റെ ആ പരത്തി വരുമ്പോൾ ആ ഒരു ഡ്രൈ നേച്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അങ്ങനെ തോന്നുന്നത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടാണ്. അതുപോലെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇടയ്ക്ക് മൈദ ഒന്ന് തൂവി കൊടുക്കണം. നമ്മൾ ഫ്രിഡ്ജ് വെച്ചാണ്, അപ്പോൾ അത് വെളിയിലെടുക്കുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് വെള്ളമയം കാണും. പിന്നെ അതുപോലെ പെട്ടെന്ന് പരത്താനും ഈസിയായിട്ട് പരത്താനും ഇത് തൂവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹാഫായിട്ട് കട്ട് ചെയ്തതിൽ ഒരു പാർട്ടെടുത്ത് പരത്തുന്നുണ്ട്. അങ്ങനെ പരത്തി വരുമ്പം അത് 4ആയിട്ട് മടക്കി പിന്നെ വീണ്ടും പരത്തുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യത്തോളം ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ 3 പ്രാവശ്യമായിട്ടേ മടക്കിയിട്ടുള്ളൂ. പക്ഷേ ശരിക്കും 4 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം.
അങ്ങനെ 2 പ്രാവശ്യമായിട്ട് പരത്തി ഫോൾഡ് ചെയ്തെടുത്തത്. 3-ാമത്തെ പ്രാവശ്യം നന്നായിട്ട് പരത്തി 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സെക്കൻഡ് പാർട്ടും ഇതേപോലെ തന്നെ ചെയ്ത് മടക്കി എടുത്ത് വെക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിൽ ഒരു പാട്ടെടുത്ത് പിന്നെയും നന്നായിട്ട് പരത്തുന്നുണ്ട്. നല്ല ഷീറ്റ് കണക്ക് അതിന് തിക്നെസ് ഇല്ലാതെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കുക്കി കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ കുക്കി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് അത് ഓരോ 4 എണ്ണം ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. 3 സ്ഥലത്തായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് ആ നടുഭാഗത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എഗ് വൈറ്റിൻ്റെ അതെടുത്തൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോ ഫ്ലവറും എടുത്തിങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ബാക്കിയുള്ളത് അതുപോലെ ചെയ്യുന്നു. അപ്പോൾ കുക്കി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തത് അതുപോലെ പരത്തിയിട്ട് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേ ഒരു കടായി വെച്ചു. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സെറ്റും എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഭാഗം കുഴിയായിട്ടുള്ള ഭാഗമില്ലേ, അവിടോട്ടൊന്ന് ഒരു സ്പൂണിൻ്റെ ഒരറ്റോ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള ഒരു സ്റ്റിക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്ത ഭാഗത്തുനിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു തടി കൊണ്ടുള്ള സ്റ്റിക്ക് കൊണ്ട് അല്ലെങ്കിൽ തവിയൊക്കെ ഇല്ലേ, അതിന് തവിയുടെ അറ്റം വെച്ച് ഒന്ന് കുത്തി നിർത്തിയാൽ മതി. ഞാനിവിടെ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് വേറൊരു സ്പൂണിൽ ശകലം ഓയിലൊന്ന് കോരി സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ആ ഓയിലൊന്ന് എത്തിച്ചേരാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അത് വെന്ത് വരും.
ഇതുപോലെ സെറ്റ് കണക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയിൽ കിടന്ന് ഫ്ലവർ കണക്കെ പൊരിഞ്ഞ് വരുന്ന കാണാൻ നല്ല രസമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. അതുപോലെ നമുക്ക് വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ അടിപൊളി ഒരു അറബിക് ഡെസേർട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്ക് തന്നെയാണ്. അതുപോലെ ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിങ്ങിൽ നമ്മൾ പഞ്ചസാര പാനി ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹണിയാണ് ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ ബദാം ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ കുഴിയുള്ള ഭാഗത്തോട്ടൊന്ന് നട്ട്സ് ഏത് വേണേലും ഉപയോഗിക്കാം, അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഒട്ടും മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.